BeeJayൽ നിന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ട്രെഡ്മിൽ അൺബോക്സിംഗ്. ഓൺലൈനിൽ വാങ്ങിയതാണ്. ലൈഫ് ലോങ് ഫിറ്റ് പ്രോ ട്രെഡ്മിൽ എന്നാണ് ഈ ട്രെഡ്മിലിന്റെ പേര്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ട്രെഡ്മില്ലാണ്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒന്ന്, ഡെയിലി എക്സസൈസ് ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ട്രെഡ്മിൽ. 2, കുട്ടികൾക്കൊക്കെയാണ്, നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ അവർക്കൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നാട മുറിച്ച് പരിപാടി തുടങ്ങാം. മക്കളെ വാ, ആദ്യത്തെ നാട മുറിച്ച് ഇതിനകത്തിട്ട് മുറിക്ക്. മുറിക്ക കട്ട്. രണ്ടാമത്തെ നാട മുറിച്ച് പെട്ടെന്നാട്ടെ. മൂന്നാമത്തെ ഞാൻ മുറിക്കട്ടെ. സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ പ്രൈസും ഒക്കെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യാനായിട്ട് ഇവനെ നമുക്ക് നേരെ കിടക്കാം. നേരെ കിടത്തിയിട്ടാണ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അൺബോക്സ് ചെയ്തു. അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് കുറെ യൂസർ മാനുവൽ ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. തെർമോകോൾ ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതാണ്. എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അത്യാവശ്യം ഹെവിയാണ് കേട്ടോ സാധനം. ഇതിങ്ങനെ നോക്കും. ഓക്കെ, കോണിന്റെ വലയല്ല കോളുണ്ടെങ്കിലേ അല്ലെ നമുക്ക് കൂത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പോ ആദ്യം കുത്തുന്നൊന്നുമില്ല. നമുക്കിനി അടുത്ത കവർ പൊട്ടിക്കാനുള്ള ഉദ്യമത്തിലാണ്. മക്കളെ, ആ തെർമോകോൾ പീസ് ഒന്ന് മാറ്റി. അല്ല, ഇപ്പുറത്ത് ആ വലിയ പീസ്. ആ മോളെ ഹെൽപ്പ് ചെയ്തേ. ഊരി എടുക്കുന്നില്ല അങ്ങോട്ട്. എടുക്ക. ഓക്കെ, ഇനി നമുക്ക് ഈ കവറിലേക്ക് മാറ്റാം. ഹെവിയാണേ. അപ്പൊ ഇതാണ് നമ്മുടെ ലൈഫ് ലോങ് ട്രെഡ്മിൽ. യൂസർ മാനുവൽ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഈ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. ഇത് എന്റെ സ്വന്തം ആവശ്യത്തിനും എന്റെ വീട്ടുകാരുടെ ആവശ്യത്തിനും വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ വായിച്ച് നോക്കാനൊക്കെ വലിയ മെനക്കേടാണ്. അപ്പൊ നമുക്ക് പടം നോക്കി സെറ്റ് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ ഇത് ഫിക്സ്ഡ് അല്ല, ഇതുണ്ടോ, ഇതിങ്ങനെ താഴെ പോവും, ഇങ്ങനെ നോക്കും. അപ്പൊ അതിങ്ങനെ നൂറിനിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു കാലുണ്ട്, 2 കാലുണ്ട്. അതിന് നെട്ടെടുത്തുള്ള നമുക്കൊന്ന് കിട്ടും. അപ്പൊ എടുത്തു. അപ്പൊ ഒന്നില് ലെഫ്റ്റ് എന്നും അടുത്ത കാലിന് റൈറ്റ് എന്നും, അത് കുറിച്ചുകൂടെ റൈറ്റ് എന്നും എഴുതിയിട്ടുണ്ട് കണ്ടോ, ലെഫ്റ്റ് ആയിട്ട്. അപ്പോ ഇതൊക്കെ റൈറ്റ് അല്ലേ, തിരിഞ്ഞു പോയി. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഞാനിത് ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കാല്, റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ കയറ്റി ഒരു നട്ടുണ്ട്, അതിന് നമ്മൾ ഫിക്സ് ചെയ്യും. ഇത് മുറുക്കാനുള്ള എല്ലങ്കിയൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ലാസ്റ്റ് മുറുക്കാം. ഇനി നമുക്ക് ഇവനെ ഒന്ന് കയറ്റി വെക്കാം. കറക്റ്റ്. ഞാനൊരു നട്ട്
ഓക്കെ, പിന്നെ നട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. എളുപ്പമാണ്. നമുക്ക് ഈ ഇലക്കി എടുത്ത് നോക്കിയോടെ വെക്കാം അല്ലേ? നമുക്ക് ഇവനെ സ്ട്രൈറ്റ് ആക്കണമെന്ന്. ഇതുണ്ടോ ഒരു ഇതൊക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓരോരു ഇലക്കി എക്സ്ട്രാ സ്ക്രൂസ് എല്ലാം ഒന്ന് പാക്ക് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. നൈസ്. ബാക്കി പാക്കിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇവരെ നമുക്ക് പൊട്ടിക്കാം. പൊട്ടിച്ചു. ഇതിലേതാണ് നോക്കട്ടെ. അത് തന്നെയാണ് കറക്റ്റ്. ഓക്കെ, നമ്മൾ അവനെ ഫിക്സ് ചെയ്തു. ഓക്കെ, അതും ഫിക്സ് ആയി. ഓക്കെ, ഇനി രണ്ട് സൈഡിൽ ഹോൾസ് കണ്ടോ? ഈ ഹോൾസ് അതിലേക്ക് നമ്മൾ ഞാൻ ഈ മാനുവലി കാണിച്ചു തരാം. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. M16x12, M6x12. ഇവിടെ അവര് M6x12 സീരീസ്. അപ്പൊ ഈ സ്ക്രൂ പൊട്ടിച്ച് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. പൊട്ടിക്കുന്നു. ഓക്കെ, രണ്ട് സ്ക്രൂസ് എടുത്തു. ബാക്കി സ്ക്രൂസിന്റെ ആവശ്യം വീണ്ടും വരും. നമ്മളത് ഫിക്സ് ചെയ്യുന്നു. ഇതും ഫിക്സ് ചെയ്യുന്നു. ഇനി നമുക്ക് അവനെ ടൈറ്റ് ചെയ്യണം. ഇതല്ല, ഇതായിരിക്കണം. നോക്കട്ടെ. ഓക്കെ, ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. ഇതിന്റെ മെറ്റൽ ഫ്രെയിം ഒക്കെ നല്ല ക്വാളിറ്റി മെറ്റൽ ഫ്രെയിമാണ് കേട്ടോ. യൂസർ മാനുവലിനകത്ത് നോക്കിപ്പോ ഇതുണ്ട് ഒരു വലിയ സ്ക്രൂ. അപ്പോൾ ഞങ്ങൾ ഹോൾ അങ്ങനെ തപ്പി കണ്ടുപിടിച്ചു. ട്രെഡ്മില്ലിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ ചെരിച്ചിട്ട സ്ക്രൂ അത് റൈറ്റ് സൈഡിലായിരുന്നു ഇട്ടിരുന്നത്. ലെഫ്റ്റ് സൈഡിലെ സ്ക്രൂ ഇട്ട് അല്ലെങ്കിൽ ഇട്ട് മുക്കിയിട്ടുണ്ട്. വീഡിയോ ഒത്തിരി ലെങ്തി ആക്കണ്ട എന്ന് വിചാരിച്ചാണ് അത് സ്ക്രൂവിന്റെ ഫിക്സിങ് കാണിക്കാൻ. ഇതാണ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇവരെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ഇവൻ അപ്പൊ നമ്മൾ ട്രെഡ്മില്ലിൽ ഒന്ന് നൂർക്ക് നിർത്തിയിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പൊ സ്ക്രൂവില് M825 എന്ന് പറയുന്നത് 2 പീസ് സ്ക്രൂ ഉണ്ട്. അപ്പൊ ആ സ്ക്രൂസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യും. അടുത്ത സ്ക്രൂ നമ്മൾ ഇവിടെ ഞാൻ എല്ലാം കീട്ടൊന്ന് കൊടുക്കട്ടെ. അതിനകത്ത് കുറച്ചുകൂടെ സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഒരു കോഡ് ഇതെന്തിനാണ് നോക്കാം. ഒരു കോഡ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. സേഫ്റ്റി കീ ഇത് വെച്ചിട്ട് മാത്രമേ നമ്മൾ ശരിക്കും ട്രെഡ്മില്ല് റൺ ചെയ്യാനുള്ളൂ. എന്തെങ്കിലും ഇടയ്ക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി കീ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ട്രെഡ്മില്ലിന് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ സേഫ്റ്റി കീയുടെ യൂസ് ചെയ്യാൻ പറയാം. ഇത് സെന്ററിൽ ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ സാധനം എന്തെങ്കിലും ഒരു ചെസ്റ്റ് പെയിനോ അല്ലെ കാലിന്റെ വേദന എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇതിനെ വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ട്രെഡ്മില്ല് ഓഫ് ആവും. സഡൻ സ്റ്റോപ്പ് അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ബോഡിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിടാം. 1 year വാറണ്ടി ഇവര് തരുന്നുണ്ട്. അത് കൂടാതെ ഒരു 6 months എക്സ്റ്റെൻഡഡ് വാറണ്ടി ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് സൂക്ഷിച്ചു നോക്കാം, പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ. അപ്പൊ നമ്മള് ട്രെഡ്മിൽ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്തു. താഴെ ഒരു പവർ സ്വിച്ച് ഉണ്ട്.
സൗണ്ട് ഒക്കെ ഉണ്ട്. ഇതാ ഓൺ ചെയ്തു. ഇത് എന്തിനാ ഞാൻ കണ്ടുപിടിച്ചു? ഇത് നമ്മുടെ ഫോൺ കുത്താനായിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ കേട്ട് നോക്കാം. അതാണല്ലോ പ്രധാനം. അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ്. ഇതാ കളർ പടം എന്തൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പോ എന്താ കയറി നിന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, 3, 2 ഇവിടെ ഡിസ്പ്ലേയിലേക്ക് വരട്ടെ. 3, 2, 1 മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്പീഡൊന്ന് കൂട്ടാം. ഇതിന് പോയി പാട്ടൊന്ന് വെച്ച് നോക്കട്ടെ. പാട്ട് കേൾക്കുന്നില്ലല്ലോ. 46. എന്താണ് പാട്ട് കേൾക്കാത്തത്? നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, പാട്ട് നമുക്ക് ഇപ്പൊ സെറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഈ സ്പീഡ് ഒന്ന് കൂട്ടി നോക്കാം അല്ലേ. കുറെ പ്രോഗ്രാംസ് ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ യൂസർ മാനുവലിനകത്തുണ്ടാവും. അത്യാവശ്യം സ്റ്റേഡിയാണ് കേട്ടോ, കുഴപ്പമില്ലടാ. ഞാനിപ്പോ 7.8 പോകുന്നത്. ഇതിന്റെ പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് ഇൻക്ലിനേഷൻ മോട്ടറൈസ്ഡ് അല്ല, മാനുവൽ ആണ്. അപ്പൊ നമ്മൾ ബാക്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊക്കി കൊടുക്കണം. അത് മാത്രമുള്ളൊരു ഡ്രോബാക്ക്. പക്ഷെ വർത്ത് ഇറ്റ് ഫോർ മണി കേട്ടോ. ഇതിന്റെ പ്രൈസ് അറൌണ്ട് 18,000 വരുന്നുള്ളൂ, 18,000 രൂപ. അതിന് നമ്മുടെ എന്താ പറയുക EMI ഓപ്ഷൻസോ എന്തൊക്കെ അവൈലബിൾ ആണ്. എനിവേ സാധനം കൊള്ളാം. ലൈഫ് ലോ അത്യാവശ്യം നമ്മൾ ഈ ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ വലിയ ഹെവി സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷെ ഇതാ എന്നെ പോലെയുള്ള വീട്ടിലുള്ള ഒരാൾക്കും അത്യാവശ്യം നന്നായിട്ട് എക്സെപ്റ്റ് ചെയ്യാം. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, ഒരു പ്രശ്നമില്ല. ലൈക്ക് മോട്ടറൊക്കെ സൈലന്റ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, എപ്പോഴും ഒരു ഷൂസ് ഉപയോഗിക്കണം. സ്പോർട്സ് ഷൂസ് ഉപയോഗിച്ച് ഓടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ ലൂസ് ഡ്രസ് ആയിരിക്കണം. പാട്ട് കേൾക്കുന്നില്ലായിരുന്നു. അപ്പൊ നമ്മള് ടെക്നിക്കൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അത് എന്റെ അറിവില്ലായിരുന്നു. സ്പേസ് കുറച്ച് കുഴപ്പമില്ല. അത് തന്നെയാണ് കേൾക്കുന്നു കേട്ടല്ലോ. ഇതിന്റെ ഡിസ്പ്ലേ കുറിച്ചും കൂടെ പെട്ടെന്ന് പറയാം. ഇതാ ഇപ്പൊ സ്പീഡാണ് കാണിക്കുന്നത്, 3.2 km/h. ഇത് ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തു എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് ഒന്നും കവർ ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് കാലറീസ് അതാ ഞാനൊരു 1 calorie ബേൺ ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പൾസ് കാണിക്കും. ഈ കൈ ഇവിടെ വെച്ചിരിക്കുന്നിടത്താണ് പൾസ് വരിക. ഇപ്പൊ 78 ആണ് എന്റെ പൾസ്. ഇപ്പൊ ടൈം 59 1 മിനിറ്റ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. എന്റെ ഈ കൈ വെച്ചിരിക്കുന്നുണ്ട്. മോനെ വീഡിയോ കുറച്ച് പുറകോട്ട് പിടിച്ചേ. ഇതാണ് നമ്മുടെ സെൻസേഴ്സ്. ഇവിടെ നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മുടെ പൾസ് റീഡ് ചെയ്യും. BeeJayത്തിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോ എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരിക്കലും ഒരു ട്രെഡ്മില്ലിന്റെ പ്രൊമോഷനോ ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ പ്രൊമോഷനോ ഒന്നുമല്ല. ഇത് എക്സസൈസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും കാണാം. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം ഇത് സ്റ്റോപ്പ് ചെയ്യും.